പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രഭാതയാമത്തിലായിരിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, ഇന്ന് അല്പനേരം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് പൗലോസ് അപ്പോസ്തലനെ കുറിച്ചാണ്. പൗലോസ് അപ്പോസ്തലൻ ആദ്യ നാളുകളിൽ ശൗൽ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതായത് ശൗൽ എന്ന വാക്കിന് ഉന്നതൻ എന്നാണ്, പൗലോസ് എന്ന വാക്കിന് ചെറിയവനെന്നും. നമുക്ക് അല്പനേരം ഹല്ലേലൂയ, അതായത് പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കാം. ബെന്യാമിൻ ഗോത്രക്കാരനായിരുന്നുവെന്ന് റോമർക്കെഴുതിയ ലേഖനം 11:1 അത് പിന്നീട് റോമ പൗരനാണെന്ന് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 37-ാം വാക്യത്തിലും 22-27-28 വാക്യത്തിലും നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. നോക്കൂ, ഒരു ക്രിസ്തു വിരോധിയായിരുന്നു. അതായത് അപ്പോസ്തല പ്രവൃത്തി 9:1-2 വാക്യത്തിൽ ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണി കുലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്ന് ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചു കെട്ടി യെരുശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. നോക്കൂ, ക്രിസ്തു വിരോധിയായിരുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അടുത്തതായിട്ട് നോക്കൂ, ക്രിസ്തുവിന്റെ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടവനാണ്. 1 തീമോഥെയോസ് 1:12-13 വാക്യത്തിൽ പറയുന്നുണ്ട്, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്നെണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു, എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. നോക്കൂ പ്രിയ ദൈവമക്കളെ, ആദ്യ നാളുകളിൽ ഹല്ലേലൂയ ക്രിസ്ത്യാനികളായിരിക്കുന്ന, അതായത് യേശുവിൻ്റെ പുറകെ നടന്ന, വിശ്വസിച്ച് നടന്ന ജീവിതങ്ങളെയെല്ലാം എങ്ങനെയും നശിപ്പിക്കാൻ വേണ്ടി നടന്ന ആ ശൗലാണ് പിന്നീട് ഹല്ലേലൂയ ശുശ്രൂഷയ്ക്കായി, ക്രിസ്തുവിന്റെ ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ടവനായി തീർന്നത്. അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, പരിശുദ്ധാത്മാ നിറവുള്ളവനായിരുന്നു. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 9:17-18 വാക്യത്തിൽ അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു, ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവിനെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെരുമ്പൽ പോലെ വീണു, കാഴ്ച ലഭിച്ചു. അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. നാം ആ അധ്യായം 9-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കണം, അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ഇതെന്താണെന്നുള്ളത്. അടുത്തതായിട്ട് നോക്ക്, ഹല്ലേലൂയ, ശൗലിനെ പിന്നീട് പൗലോസ് അപ്പോസ്തലനെ കാണാൻ കഴിയുന്നത് ജാതികളുടെ അപ്പോസ്തലനായി കാണാൻ കഴിയുന്നുണ്ട്. സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ലാത്തവനായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 1:16-11 സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. പ്രിയ മക്കളെ, ക്രിസ്തുവിനെ അറിയുമ്പോൾ ഇതുപോലെയാ ദൈവത്തിന്റെ സാക്ഷികളായിട്ട് എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ട്. പിന്നീട് സമ്പൂർണമായി സമർപ്പണം, ഹല്ലേലൂയ, അതായത് അപ്പന് വേണ്ടി സമർപ്പിക്കുക. ഗലാത്യർക്കെഴുതിയ ലേഖനം 2:20 പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ ഹല്ലേലൂയ അപ്പനായിട്ട് സമർപ്പിക്കുക. ഹല്ലേലൂയ. അടുത്തതായിട്ട് ക്രൂശിനെ പ്രസംഗിച്ചവനാ. 1 കൊരിന്ത്യർ 1:18 മുതലുള്ള വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിലെ താർക്കികന് എവിടെ? ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായ കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട
ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നോക്കൂ പ്രിയതേ മക്കളെ, ഹല്ലേലൂയ. എങ്ങനെ നടന്ന ശൗലായിരുന്നു പിന്നെ പൗലോസായി തീരുകയും പിന്നെ ക്രൂശിനെ പ്രസംഗിക്കുന്നവനായി തീരുവാനും ഇടയായി തീർന്നു. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, ഏറിയ കഷ്ടം സഹിച്ചതായിട്ട് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 23 മുതലുള്ള വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. എത്രമാത്രം കഷ്ടത ഹല്ലേലൂയ തൻ്റെ ശരീരത്തിൽ തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാകം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത. ഹല്ലേലൂയ. പ്രീതിയ ദൈവമക്കളെ നോക്കൂ, പല വിധത്തിൽ കഷ്ടം സഹിച്ച് ഹല്ലേലൂയ. എന്നിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഹല്ലേലൂയ എല്ലാം ത്യജിച്ച ത്യാഗിയായി തീരുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം ഹല്ലേലൂയ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. 3-ാം അധ്യായത്തിലെ 7 മുതലുള്ള വാക്യത്തിൽ കാണാം, എങ്കിലും എനിക്ക് ലാഭമായിരിക്കുന്നൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോടെ അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്നെണ്ണുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, എല്ലാം സഹിക്കുവാൻ, എല്ലാം പൊറുക്കുവാൻ നല്ലൊരു ശക്തിയുള്ള, നല്ലൊരു ബലമുള്ള, ത്യാഗിയായ ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അടുത്തതായിട്ട് നോക്കൂ, പ്രാഗൽഭ്യമുള്ളവനായിട്ട് 9-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം 27 മുതലുള്ള വാക്യത്തില് നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയ മക്കളെ, ഹല്ലേലൂയ. അത് നിങ്ങൾ വായിച്ചു നോക്കണം. ഹല്ലേലൂയ. സകലത്തിനും പ്രാഗൽഭ്യമുള്ള, അതായത് ബർന്നബാസോ അവനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊട്ടിച്ചെന്നു. അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട് സംസാരിച്ചതും ഡെമസ്കോസിൽ അവൻ യേശുവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോട് പ്രസംഗിച്ചതുമെല്ലാം അവരോട് വിവരിച്ചു പറഞ്ഞു. പിന്നെ അവൻ യെരൂശലേമിൽ അവരുമായി പെരുമാറുകയും കർത്താവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുകയും ചെയ്തു പോന്നു. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, രക്തസാക്ഷിയായി തീർന്നവനായിട്ട് തീമോഥെയോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, ഞാനോ ഇപ്പോൾ തന്നെ പാനീയവുമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഹല്ലേലൂയ. ദൈവമക്കളെ മുടിച്ചു കളയുവാൻ, ക്രിസ്ത്യാനികളായിരിക്കുന്ന ജീവിതങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ കർത്താവ് ഹല്ലേലൂയ ഒരുവനെ തൊട്ടാൽ പ്രിയ മക്കളെ അവൻ സാക്ഷിയായി തീരും. പിന്നെ നമുക്കറിയാം, അനേകം സഭകൾക്ക് രൂപം നൽകുകയും അനേക പുസ്തകങ്ങൾ എഴുതുകയെല്ലാം ചെയ്തല്ലോ. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസായി തീരുവാൻ ദൈവം ഇടയാക്കിയത് കൊണ്ട് പ്രിയ മക്കളെ, ഇന്നും ദൈവത്തെ അറിഞ്ഞ ജീവിതങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടി അനേകർ നോക്കി നടക്കുമ്പോൾ ഇന്ന് അവർ ഹല്ലേലൂയ കർത്താവിന്റെ സാക്ഷികളായി തീരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവമക്കൾക്കെതിരെ പ്രവർത്തിക്കുന്ന ജീവിതങ്ങൾ കർത്താവിന്റെ സാക്ഷികളായി തീരട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവരനുഭവിക്കും. അവർ അപ്പന്റെ സാക്ഷികളായി തീരും. അവർ കർത്താവിനെ ഉയർത്തുന്നവരായി തീരും. ഹല്ലേലൂയ. സുവിശേഷ വിരുദ്ധരായിരിക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പൗലോസിനെ ഹല്ലേലൂയ എടുത്ത് ഉപയോഗിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ അനേക പൗലോസുമാർ എഴുന്നേൽക്കുവാൻ ഇടയായി തീരട്ടെ. ദൈവസന്നിധി നമ്മളെ തന്നെ ഏൽപ്പിക്കാം, കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ദൈവം ഓരോ മക്കളെയും ഈ വചനങ്ങളാൽ
അനുഗ്രഹിക്കട്ടെ. പൗലോസുമാരായി തീരുവാൻ ദൈവം ഇടയാക്കട്ടെ. കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ദൈവം എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. പൗലോസിനെ എടുത്ത് ഉപയോഗിച്ചതുപോലെ നമ്മയും കർത്താവപ്പച്ചനെ എടുത്ത് ഉപയോഗിക്കട്ടെ. അപ്പന്റെ സാക്ഷികളായി തീരാ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.